ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മറുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസുമായിട്ടാണ് വന്നിട്ടുള്ളത്. ബ്രസീലിയൻ സൂപ്പർ താരം നെയ്മർ ഈ ഒരു ഡിസംബർ വരെയാണ് സാന്റോസുമായി കോൺട്രാക്റ്റ് ഉള്ളത്. സാന്റോസ് നിലവിൽ റെലഗേഷൻ്റെ വക്കീലാണുള്ളത്. റെലഗേറ്റ് ആയി കഴിഞ്ഞാൽ നെയ്മർ സാന്റോസിൽ തുടർന്നേക്കില്ല എന്നുള്ള കാര്യം ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. സെക്കൻഡ് ഡിവിഷനിലേക്ക് റെലഗേറ്റ് ആയി കഴിഞ്ഞാൽ നെയ്മർ സാന്റോസിൽ തുടർന്നിക്കില്ല എന്നായിരുന്നു ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ ഇതാ ബ്രസീലിയൻ മാധ്യമങ്ങളും ചില ഇംഗ്ലീഷ് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു ഇന്റർ മയാമിക്ക് നെയ്മറിനെ ടീമിലെത്തിക്കുവാൻ ആഗ്രഹമുണ്ട് എന്നാണ് ഇപ്പോൾ ചില ഇംഗ്ലീഷ് മാധ്യമങ്ങളും ബ്രസീലിയൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. അവർ MS ത്രയത്തെ റീക്രിയേറ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ലയണൽ മെസ്സിക്കും സുവാരസിനും കോൺട്രാക്ട് ഓഫർ വെച്ച് കഴിഞ്ഞു. ഇരുവരും കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നെയ്മറിനെ ടീമിലെത്തിക്കണം എന്നുണ്ടെങ്കിൽ ഇന്റർ മയാമിക്ക് വലിയൊരു വേക്കൻസിനെ വേണം. ഇത് ഈ ഒരു സീസണിന്റെ അവസാനം ബുസ്കറ്റ്സ് വിരമിക്കുകയാണ് എന്നുള്ള ഒഫീഷ്യൽ ന്യൂസ് വന്നിരുന്നു. ബുസ്കറ്റ്സ് പോകുന്ന വേക്കൻസിയിലേക്ക് നെയ്മറിനെ എത്തിക്കുവാനാണ് ഇന്റർ മയാമി ശ്രമിക്കുന്നത് എന്നാണ് ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമങ്ങളും ചില ഇംഗ്ലീഷ് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. നിലവിൽ നെയ്മറുമായി നെഗോസിയേഷൻസ് ആരംഭിച്ചിട്ടില്ല എന്നുള്ള കാര്യവും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് MS ത്രയം വീണ്ടും ഒരുമിക്കുമോ എന്നുള്ളത്.